തൃശൂർ മുരിങ്ങൂരിൽ കലുങ്കിനിടയിൽ അസ്ഥികൂടം കണ്ടെത്തി. മൃതദേഹത്തിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് സൂചന. വസ്ത്രങ്ങളുടെ അവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ട്. പുരുഷന്റേതാണ് അസ്ഥികൂടമെന്നാണ് സൂചന. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ കലുങ്കിനിടയിൽ ഇത്രയും വർഷം ഒരു അസ്ഥികൂടം കിടക്കുക, ആരും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുക, എവിടെയായിരുന്നു അത്? സുഹൈൽ, ഈ മുരിങ്ങൂർ മേലൂർ റോഡിൽ ഈ പാലത്തുഴി പാലത്തിന്റെ കലിങ്കിനടിയിലാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ നാളുകളായി ഈ മേഖല കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഇവിടെ ഈ പ്രദേശമാകെ വൃത്തിയാക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ എല്ലാവരും തന്നെ മാലിന്യം തള്ളിയിരുന്നത് ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച മുമ്പ് ഇത് വൃത്തിയാക്കിയെങ്കിലും ആ വൃത്തിയാക്കിയവരുടെ ശ്രദ്ധയിലും ഇത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറമ്പിലെ മരം എത്തിയ തൊഴിലാളികളാണ് ഇന്ന് ഇത്തരത്തിൽ ഈ കലിങ്കിനടിയിൽ ഒരു ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത്. പിന്നീട് ഇവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഇതൊരു പുരുഷന്റെ അസ്ഥികൂടമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൂടത്തോട് ചേർന്ന് തന്നെ ഈ പഴക്കം ചെന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അസ്ഥികൂടം ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ഇൻപുട്ടിന്റെ വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അസ്ഥികൂടം ഇതിനുശേഷം, അതായത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമീപ വർഷങ്ങളിലെല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മിസ്സിംഗ് കേസുകളുടെ ഫയലുകളെല്ലാം തന്നെ അടിയന്തരമായി എത്തിക്കാൻ ഒരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കാണാതായവരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൽ വിശദമായ, അതായത് ഇതിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. എത്രത്തോളം വർഷത്തെ പഴക്കമുണ്ട് ഈ അസ്ഥികൂടത്തിന് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ സമീപ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം അത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിനോടകം നൽകിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോലീസ് കടക്കും. ശരി, തൃശൂർ മുരിങ്ങൂരിലാണ് കലുങ്കിനടിയിൽ വെച്ച് അസ്ഥികൂടം കണ്ടെത്തത്. പുരുഷന്റെ എന്ന് സംശയിക്കുന്ന അസ്ഥികൂടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് സൂചന. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.